രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ജീവൻ ബലി നൽകിയ രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ്. മൃതദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചതിൽ തികഞ്ഞ അനാസ്ഥ. തൃശൂർ ചാവക്കാട് വരെ മൃതദേഹം എത്തിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ. മൃതദേഹം എംബാം ചെയ്യാനും തയ്യാറായില്ല. പിന്നീടാണ് വഴിയിൽ വെച്ച് അന്വേഷിച്ച് ഫ്രീസർ സംഘടിപ്പിച്ചത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഈ വാർത്ത ആദ്യം കേട്ട സമയത്ത് ഇത് ചുമ്മാ ചിലപ്പോൾ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്തായിരിക്കും ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. അങ്ങനെ വിചാരിക്കാൻ കാരണമുണ്ട്. കാരണം ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് കാണാതായിട്ട് 2-3 ദിവസം കഴിഞ്ഞ് കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ആ മൃതശരീരം ഒരു 3 ദിവസത്തെ പഴക്കമുണ്ട്. അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത്? അപ്പോൾ അത് കൃത്യമായിട്ട് എംബാം ചെയ്യണം. അതിൽ നിന്ന് ദുർഗന്ധമൊന്നും പുറത്തു വരാത്ത രീതിയിൽ. അതും നമ്മുടെ നാടിന് വേണ്ടി ജീവൻ പൊലിച്ചൊരു മനുഷ്യനാണ്. ഒരു 60 വയസ്സോളം ഒരു മനുഷ്യന് ഒരു ചങ്ങാതിക്ക് തൻ്റെ ലൈഫ് ജാക്കറ്റ് അങ്ങോട്ട് ഊരിക്കൊടുത്ത് ചേട്ടാ രക്ഷപ്പെടുമെന്ന് പറഞ്ഞിട്ട് തനിക്ക് നീന്തി പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയും, കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല, 60 വയസ്സുള്ള ആൾക്കത് കഴിയില്ല, പക്ഷെ തനിക്ക് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലും തൻ്റെ കഴിവിലുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്ത് അദ്ദേഹം ചെയ്തു പോയതാണ്. പക്ഷേ ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തെ ചതിച്ചോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് സംഭവിച്ചെന്ന് പറയാൻ പറ്റില്ല. അപ്രതീക്ഷിതമായിട്ട് വെള്ളം കൂടിയിരിക്കാം. ഏതൊരു നീന്തൽ പരിശീലകനും എത്ര കഴിവുള്ള ഒരു മനുഷ്യനും അപ്രതീക്ഷിതമായിട്ട് വരുന്ന വെള്ളക്കെട്ടിൽ എങ്ങനെ പ്രതികരിക്കും നമുക്ക് മനസ്സിലാവത്തില്ല. അതിനിടയ്ക്ക് ശരീരമോ തലയോ എവിടെയെങ്കിലുമൊക്കെ പോയി ഇടിച്ചിരിക്കാം. നമുക്കിതൊന്നും അറിയില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിപൂർണമായിട്ട് വന്നാൽ കഴിഞ്ഞാൽ മാത്രമാണ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. എന്തൊക്കെയായാലും ആ ബോഡി തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കണം. കണ്ണൂരിലാണ് അദ്ദേഹം രക്ഷാപ്രവർത്തനത്തിന് പോയത്. തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നത് പകുതി ദൂരം വരെ ആ ഒരു ബോഡി എംബാം ചെയ്യാതെ ആ ഒരു മൃതദേഹത്തോട് അനാദരവ് കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ചില്ല. അത് നടക്കാൻ സാധ്യതയില്ല, ഞാനത് വിചാരിച്ചേ. പക്ഷേ ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തയുണ്ടല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ മെഡിക്കൽ രംഗം കുത്തഴിഞ്ഞു കിടക്കുകയാണോ? ഇങ്ങനൊന്നും നടക്കാൻ പാടില്ലത്താണല്ലോ. നമ്മൾ അതീവ ബഹുമാനത്തോടു കൂടി മാത്രമല്ലേ, ആര് തന്നെ മരിച്ചാലും ആ ഒരു ശവശരീരത്തോട് നമ്മൾ അതീവ ബഹുമാനത്തോടു കൂടി മാത്രമാണ് നമ്മൾ അതിനെ കണക്കാക്കിയുള്ളൂ. അങ്ങനെ കണക്കാക്കാൻ പാടുകയുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് നോക്കുക, ആ മൃതദേഹം എത്തിക്കുന്നതിൽ അനാസ്ഥ കാണിച്ചിരിക്കുന്നു. രക്ഷാദൗത്യത്തിന് ജീവൻ ബലി നൽകിയ മനുഷ്യനാണ്. ആ രാജേഷ് മൃതദേഹത്തോട് ഇങ്ങനെയൊക്കെ കാണിക്കുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കാണിക്കാൻ സാധ്യയില്ല. മുഖ്യമന്ത്രി ഇടപെട്ട വിഷയമാണ്. നമ്മുടെ മമ്മൂക്കി അടക്കം ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റികളും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ വിഷമിക്കുകയും അവരുടെ ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വീടില്ല, വീട് കെട്ടിക്കൊടുക്കുക നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും ഒരു സിസ്റ്റം, നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് ഇതിനെ പെരുമാറുന്നുള്ള കാര്യം കഷ്ടം തന്നെയാണ്. കാരണം അതിന്റെ യഥാർത്ഥ ചിത്രം ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. അത് അതിഭീകരമാണ്. രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിലാണ് അധികൃതരുടെ അനാസ്ഥ തുറന്നു പറഞ്ഞ് നേമം കല്ലിയൂരിലെ നാട്ടുകാർ. ആശുപത്രിയിൽ നിന്ന് മൃതദേഹം എത്തിയപ്പോൾ തന്നെ ഫ്രീസർ ആവശ്യപ്പെട്ടു. മൃതദേഹം എംബാം ചെയ്തിരുന്നില്ല. മൃതദേഹം പ്ലാസ്റ്റിക് കവറിൽ പൊതിയുകയായിരുന്നു. ദുർഗന്ധമുണ്ടായപ്പോൾ ആംബുലൻസ് മാറാൻ ആവശ്യപ്പെട്ടത് വാർഡ് മെമ്പർ മഹേഷും പൊതുപ്രവർത്തകൻ റാണിയും പറഞ്ഞു. പയ്യന്നൂരിന്റെ ഹോസ്പിറ്റലുള്ള അവരുടെ തന്നെ ആ മെഡിക്കൽ കോളേജിന്റെ തന്നെ ആംബുലൻസ് തന്നെയായിരുന്നു. പക്ഷേ ഈ ആംബുലൻസിനകത്ത് ഫ്രീസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വ്യക്തമായി ചോദിച്ചാൽ എങ്ങനെയുണ്ട്? കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ എങ്ങനെയാണ് 3 ദിവസമൊക്കെ പഴക്കമായ ഒരു ശരീരം എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിക്കുക? അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് ഇരിക്കാൻ സാധിക്കുമോ? അതും ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് പൊതിഞ്ഞ് പറഞ്ഞേച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അധികൃതർ കൃത്യമായിട്ടും അവർക്ക് കൃത്യമായിട്ട് നടപടി എടുക്കണം. കാരണം ഇങ്ങനത്തെ ഒന്നും നമ്മുടെ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ല. ഇത്തരം വാർത്തകളെല്ലാം നമ്മുടെ കേരളത്തെ അപമാനപ്പെടുത്തും. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളിൽ, ഇന്ത്യക്ക് പുറത്ത് കേരളത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് പറഞ്ഞാൽ നമ്പർ 1 ആണ്, അല്ലേ? നമ്പർ 1 ആയിട്ടുള്ള ആരോഗ്യരംഗത്തിൽ അവിടുത്തെ ഇത്തരം ആളുകൾ, ഇത്തരം അധികൃതർ ഇങ്ങനെ അനാസ്ഥ കാണിച്ചു കഴിഞ്ഞാൽ നമ്പർ 1 എന്ന് പറയുന്നത് നമ്മളിൻ്റെ പൊന്നുമക്കളെ നാറും. കേരളം ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട്, ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രവർത്തകരെ കൊണ്ടാണ് നമ്മൾ അപമാനിതരാവപ്പെടുന്നത്. ഇതിൽ മന്ത്രിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നേ? മുരളീധരൻ എന്ത് ചെയ്യാൻ കഴിയും? ബഹുമാനപ്പെട്ട മന്ത്രി മുരളീധരൻ അവിടെ പോയിട്ട് ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നിർദ്ദേശം കൊടുക്കാനേ സാധിക്കുള്ളൂ. ആ നിർദ്ദേശം കൊടുത്തിട്ടും 3 ദിവസം പഴക്കം വന്ന ഒരു ശരീരത്തോട് ഇങ്ങനെയാണ് അവരെ കാണിക്കുന്നതെങ്കിൽ മൈ ഗുഡ്നസ്,
ആംബുലൻസിൽ ഫ്രീസർ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞാൽ സ്മെല്ലടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റൽ ഏതാണ് ഹോസ്പിറ്റൽ, ആ ഹോസ്പിറ്റലിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞു. അത് ആ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്ന ആ ആംബുലൻസിൻ്റെ ഡ്രൈവർക്ക് തന്നെ ഈ ഹോസ്പിറ്റൽ അറിയാമായിരുന്നു. പുള്ളി തന്നെയാണ് അകത്ത് കയറ്റുകയും അവിടെ നിന്നുകൊണ്ട് ആംബുലൻസ് ഞങ്ങൾ അറേഞ്ച് ചെയ്തതാണ്. ക്രൂരമായ അനാസ്ഥ എന്നുള്ളതിന് കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതാണ്. അതിക്രൂരം തന്നെയാണ്. കാരണം നമ്മുടെ കേരളം അദ്ദേഹത്തിൻ്റെ ശരീരത്തോട് എത്രത്തോളം ആദരവ് കാണിച്ചിട്ടാണോ സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വീട്ടിലേക്ക് എല്ലാവരും എത്തുന്നു, മുഖ്യമന്ത്രി അടക്കം എത്തുന്നു. ആ ഒരു കുഞ്ഞുങ്ങളെ കരച്ചിലൊക്കെ നമ്മൾ കേട്ടതാണ്. എങ്ങനെയാണ് അവിടെ പ്രതികരിക്കുക എന്ന് പോലും അറിയാതെ നമ്മുടെ മുഖ്യമന്ത്രി നിൽക്കുന്ന നമ്മൾ കണ്ടതാണ്. കാരണം ഒന്നും പറയാൻ കഴിയില്ല. എന്താണ് നമുക്ക് പറയാൻ കഴിയുക? അദ്ദേഹത്തിന് വീട് വെച്ച് കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുക്കണം. ആ ഒരു സ്ത്രീക്ക് കഴിയുമെങ്കിൽ ഇനി അവർക്ക് വേറെ രക്ഷയൊന്നുമില്ല, ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. കഴിയുമെങ്കിൽ നമ്മുടെ കേരളം ആ ഒരു രാജേഷിനോട് ആദരവ് കാണിക്കേണ്ടത് ആ ഒരു ഭാര്യയ്ക്ക്, ആ ഒരു പെൺകുട്ടിക്ക് ഒരു ജോലി നൽകിക്കൊണ്ടാണ്. അത് ഗവൺമെൻറ് മേഖലയിൽ തന്നെ എവിടെയെങ്കിലും ഒരു ജോലി നൽകിക്കൊണ്ട് ഒരു ആദരവ് നമ്മൾ കൊടുക്കേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം അത്രയ്ക്കും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചൊരു മനുഷ്യനാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോഴും തന്നെ അദ്ദേഹം മരണത്തിലേക്ക് പോയത് എങ്ങനെയാണ്? വേറൊരു മനുഷ്യന് വേണ്ടിയിട്ടാണ്. സ്വന്തം ജീവിതത്തിൽ ജീവൻ രക്ഷിക്കുന്ന ലൈഫ് ജാക്കറ്റ് ഊരി കൊടുത്തിട്ടാണ് മരണത്തിലേക്ക് ഊളിയിട്ട് പോയത്. അങ്ങനത്തെ ഒരു മനുഷ്യനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു വെച്ച് കഴിഞ്ഞാലോ, ആ മനുഷ്യന് ഇത് ഡിസേർവ് ചെയ്യുന്നില്ല. പ്രത്യേകിച്ചും സ്വന്തം ജീവനേക്കാൾ മറ്റുള്ള ആൾക്കാരുടെ ജീവന് വില നൽകിയ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു മടക്കം അദ്ദേഹം അർഹിക്കുന്നതായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഇപ്പോൾ ക്രൂരമായ അവസ്ഥയുടെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. സോന, അങ്ങനെ തന്നെയാണ്. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറ്റവും ആദരവോടെ കാണേണ്ട ഒരു വ്യക്തി എന്നാൽ ഇത് സങ്കടകരമാണ്. ഈ നിമിഷത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ഈ പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊന്നും പലപ്പോഴും പ്രാധാന്യം കിട്ടാറില്ല. ഒരുപക്ഷെ അനാവശ്യമായ വിവാദങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം നൽകുന്നത്. ശരിയാണ്, അനാവശ്യമായ വിവാദങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം എന്ന് പറയുന്നു. ഇത് അനാവശ്യമായ വിവാദമല്ല, ഇത് ആവശ്യമായ വിവാദമാണ്. താങ്കളുടെ കീഴിലാണ് ആരോഗ്യം കിടക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് കൃത്യമായിട്ടും ഇത് നടപടി എടുക്കേണ്ടതാണ്. കുറ്റക്കാർക്കെതിരെ, അനാസ്ഥ കാണിച്ചവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി എടുക്കേണ്ടതാണ്. ഇത്തരം ആളുകളൊന്നും ജോലി ചെയ്യാൻ അർഹരല്ലെന്ന്. ഒരു മൃതശരീരത്തോട് പോലും കൃത്യമായ രീതിയിൽ പെരുമാറാൻ കഴിയാത്ത ഇത്തരം ആളുകൾ എങ്ങനെയാണ് ഇവർ? വല്ലാത്ത കഷ്ടം. സുഹൃത്തുക്കളെ, ബൈ.